വാറുണ്ണി ഇപ്പൊ ഇവിടെ അങ്ങനെ വരാറില്ല. വല്ലപ്പോഴും 2 കുപ്പി വാങ്ങിക്കൊണ്ട് പോകും. എനിക്ക് തോന്നുന്നത് കള്ളിന്റെ രുചി അച്ഛനും അറിഞ്ഞു തുടങ്ങിയെന്നാ. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് കുടിക്കാതെ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ ഓരോ രസവും പിടിച്ച് എല്ലാ രസവും ആ അച്ഛൻ അറിയുമല്ലോ എന്റെ കർത്താവേ. പോവാം. എന്തേ ഇന്ന് പോണ്ടേ? കാശ് കിട്ടിയില്ല. ആർക്ക് പുഴുങ്ങി തിന്നാനാ നിങ്ങളുടെ അമ്മായിപ്പം കാശ് കെട്ടിപ്പോഞ്ഞ് വെച്ചേക്കുന്നത്? ഇനി എന്ത് ചെയ്യും? ഇന്ന് പോകണ്ടെന്ന് വെക്കാം. ഇന്നലെ നമ്മുടെ നിന്ന് പോയത് രൂപ 7000. ഇന്നത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാൽ നമ്മൾ പോകുന്നത്. ചേരനായർ വന്നാൽ ആദ്യം അന്വേഷിക്കുന്ന ആൻഡു വന്നില്ലെന്ന്. ആ നായരുടെ മുമ്പിൽ നമുക്ക് നാണം കിടാൻ പറ്റുമോ? നാളെ എങ്ങനെയെങ്കിലും പോവാം. നാളെ ആണേലും കാശ് വേണ്ടേ? അതിന് വഴിയുണ്ട്. എവിടെ എവിടെ? പുറത്തേക്കോടി. കള്ളൻ 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 കള്ളൻ. ഇനത്തെ മോളെ എടിയാ ചൂട്ടും കൊണ്ട് എത്തിച്ചു. കള്ളൻ കള്ളൻ കുഞ്ഞിച്ച പിടിയിലാവനെ പിടിയില. ഓടിവാ ഓടിവാ. കള്ളപ്പന്നി. ഞാനല്ല. നീ അല്ലേ? അല്ല. പിന്നെ ആരാ? ഇവനാ. ഞാനോ? കള്ളപ്പന്നി. കൊല്ലിയോ വേണ്ട. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാപ്പാ. കള്ളന്മാരെ കൊന്ന കേസില്ല. ഞാനല്ല. നീ അല്ലേ? നുണ പറയുന്നു. മതി, ഏതായാലും സാധനം പോയില്ലോ. ഇവനെ പിടിച്ചെട്ടിക്കൊണ്ട് കൊടുക്ക് ആ പാതിരിക്ക്. അയാൾ പറയണം ഇതിന്റെ സമാധാനം. അങ്ങേ ആ പാതിരിന്റെ അടുത്ത് തന്നെ കൊണ്ടാക്കണം. കഴ സോറെ. എന്താ കാര്യം? എന്റെ വീട്ടിൽ കയറി 10-25 പേന്റെ ആഭരണം മോഷിച്ചു. ഞങ്ങൾ എല്ലാരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചതാ. ഞങ്ങളിന് എന്നാ ചെയ്യണം? അച്ഛൻ തന്നെ പറ. നേരാണോടാ? അല്ലച്ചോ, ഞാൻ കള്ളനല്ല. കള്ളൻ ഇവനാ. ഞാൻ കടന്നു പിടിച്ചപ്പോ ഇവരെല്ലാം കൂടെ എന്നെ കള്ളനാക്കി. ഈ കള്ളപ്പന്നി നുണ പറയാണോ? ഞങ്ങൾ ഇത്രയും പേര് കണ്ടതാ. നിങ്ങൾ എല്ലാരും കണ്ടോ? ഞങ്ങൾ ഓടി വന്നപ്പോ ആന്റണി കുഞ്ഞച്ചനും കൂടെ ഇവനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന കണ്ടത്. അപ്പൊ ശരിക്കും കണ്ടത് ആന്റണി കുഞ്ഞച്ചനും മാത്രമാ അല്ലേ? ഞങ്ങളൊക്കെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. വാറുണ്ണി, ദൈവത്തെ ഓർത്ത് എന്നെ ഓർത്ത് സത്യം പറടാ. കർത്താവാണ് സത്യം. ഞാൻ കണ്ടിട്ടില്ല അച്ചോ. ചേടാ, ഇവനെ കള്ളനാക്കിയിട്ട് ഞങ്ങൾക്ക് എന്നാ പ്രയോജനം? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അച്ഛൻ എന്ത് വർത്താനായി പറയുന്നേ? ദീലിപ്പോസേ, സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാൻ ഒക്കാത്ത കാല. ഇവനെ വേണേ പോലീസിലേപ്പിക്കാം. അവരവനെ ഇനിയും ചതയ്ക്കും.
കോടതി കൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷെ സത്യം എന്താന്ന് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വേണം. ആരോട് അന്വേഷിക്കാനാ? അതൊക്കെ പോലീസ് നോക്കുള്ളൂ. കള്ളം കയറി ആദ്യം കണ്ടതാരാ? ശരിയില്ല. ആ, അവളോട് ചോദിക്കുക. ഇവരാണ് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവനെ പോലീസിൽ ഏൽപ്പിക്കാം. ഓ, അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അതുവരെ ഇവനെ ഒന്നും ചെയ്യരുത്. ഞാൻ തന്റെ കാല് പിടിച്ചപേക്ഷിക്കാം. എന്നാൽ ഇപ്പൊ തന്നെ ചോദിക്കണം. അച്ഛനും പാ വരാം. ഞാനില്ല. കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ബാക്കിയുള്ളവന്ന് അറിയും. കാലെ കാണാൻ ഏതോ ഒരു പട്ടിയും കടിച്ചു. സലീനെ, ശരിക്കും ഓർത്ത് പറയണം, ഈ വാറുണ്ണിയാണോ മോഷ്ടിക്കാൻ കയറിയ? മുഖം മറിച്ചിരുന്നച്ചോ, അതുകൊണ്ട് ആരാന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാ, ഇയാളല്ല. ഇത്രയും പൊക്കമില്ലാത്ത ഇതിലും തടിയുള്ള ഒരാളാ. കുഞ്ഞച്ചനാണോ? പറ. എനിക്കറിയില്ല അച്ചോ. അവക്കറിയാം, പക്ഷെ പുറത്തു പറയില്ല. കാരണം കള്ളം കപ്പലിൽ തന്നെയാ. സൂക്ഷിച്ചോ. ഓട്ടയാ വേലിപ്പോസേ. നീ എന്തിനാ എല്ലാരും നിൽക്കുന്ന? പൊക്കോളിൻ. പറ. വേണ്ടാത്ത കാര്യത്തിന് കണ്ണി കണ്ടവിടെ തല്ലുപഴി ഇങ്ങനെ കൊള്ളനോടാ. അച്ഛൻ പറഞ്ഞല്ലേ പഴയ പോലെ ആരെയും തല്ലുവൊന്നും ചെയ്തു. എന്നാ ഇപ്പൊ അതിങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നു. ഒരു കവളത്തടിച്ചാ മറ്റേ കവളും കാണിച്ചു കൊടുക്കണം. പക്ഷെ അവിടെ നെല്ലിയ പിന്നെന്ത് ചെയ്യും? പിന്നെ മുതുക് കാണിച്ചു കൊടുക്കല്ല വേണ്ടത്, തിരിച്ച് മുതുക് തിരിക്കണം. പക്ഷെ ന്യായം നമ്മുടെ പക്ഷത്തായിരിക്കണമെന്ന് മാത്രം. മനസ്സിലായോടാ കുതിരക്കണാരാ? ആ, വാ പോ. നാറ്റക്കേസായി. നാട് മുഴുവൻ അറിഞ്ഞു. പോലീസിൽ പിടിപ്പിക്കാതിരുന്ന ആരുടെ കുരുത്താണോ? എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. സെലീനയുടെ അപ്പന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ വെപ്രാളം കാണിച്ച പ്രശ്നമൊക്കെ ഉണ്ടായത്. പെട്ടി കയ്യിൽ നിന്ന് വീണില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ കുഞ്ഞറിയത്തില്ലായിരുന്നു. വാതില് തുറന്നു കയറാതെ ഓട് പൊളിച്ച് കയറിയാ മതിയായിരുന്നു. ആ, ഇതിപ്പോ ഞാൻ തുറന്നു തന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ അച്ഛൻ തന്നെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഗതി വാറുണ്ണിയുടെ തലേ തന്നെ ഇരുന്നേ. പോലീസിനെ കൊണ്ട് അവനെ പൊക്കിക്കുകയും ചെയ്യായിരുന്നു. കണ്ടിട്ടു, അവനല്ലേ വരുന്നത്. വല്ല കുഴപ്പമുണ്ടാക്കാനാണോ? പിന്നെ ഇന്നലെ നല്ല ഒന്നാം തരം താങ്ങല്ലേ താങ്ങിയത്. തിരിച്ചൊന്ന് തള്ളാനുള്ള ചങ്കൂറ്റം പോലും ഇല്ലായിരുന്നു. എന്ത് വേണം? ഇന്നലെ കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ കുറെ തല്ലിയില്ലേ? അച്ഛനോട് പറഞ്ഞ വാക്ക് തെറ്റിക്കാതിരിക്കാനാ നിന്ന് കൊണ്ടത്. ആഹാ, അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് നടന്നു. അല്ലെങ്കിൽ അച്ഛനും കൊള്ളും. അതിന് അച്ഛൻ വാക്ക് മാറ്റിയല്ലോ. എന്നാലും ഇത്തിരി കടന്ന കൈയായിപ്പോയി. രണ്ടിനെയും ബാലം വൈദ്യര് തന്നൊന്നരം കുഴമ്പിട്ട് തിരുമീന്നാ കേട്ടത്. ഉള്ളിലെ നീർക്കെട്ട് പോവാൻ ഗോമൂത്രത്തിൽ കടുക്ക ഉപ്പിട്ട് കുടിപ്പിക്കുകയും ചെയ്ത്. കുറെ നാളത്തെ കലിയ എല്ലാം കൂടെ വെച്ച് കാച്ചി കൊടുത്തു. അച്ഛൻ സമ്മതിച്ചോണ്ടാ. നിന്റെ ഒരു കാര്യം, ഒന്നുകിൽ ആശാന്റെ നെഞ്ച് തല്ലേ കളരിക്ക് പുറത്ത്. പീലിപ്പോസിന് സംഗതി ഇഷ്ടപ്പെട്ടു, കേട്ടിട്ട് നന്നായുള്ളൂ എന്നാ പറഞ്ഞേ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. എന്ത് കാര്യം? അന്നമ്മയ്ക്കൊരു ചെക്കനെ കണ്ടുപിടിക്കണ കാര്യം. ചെക്കൻ നാളെ എത്തും. പെണ്ണെ ഇഷ്ടപ്പെട്ടാ പിന്നെ നീട്ടില്ല. വെളുത്താണോ അച്ഛോ? ചുമന്നതാ. വെളുത്തിരുന്നിട്ടെന്തിനാ? നല്ല അധ്വാനിയാ. ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. വയനാട്ടിലായിരുന്നപ്പോ എന്റെ കൂടെ നിർത്തി വളർത്തി ചെക്കനാ. എന്നാലേ പൊയ്ക്കോ, ഇവിടെ ആരും വരണ്ട. അവള് വന്നോട്ടാ. വേണ്ടച്ചോ, ഒക്കെ ശല്യങ്ങളാ. അവസാനം നാട്ടുകാരെ തെറിയും തെമ്മാടുത്തോ ഞാൻ കേൾക്കണം.
കയ്യിലിരിപ്പുണ്ടല്ലേ, എന്നെ ഇവിടെ കയറ്റിയില്ലെങ്കിൽ ഞാനും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും. ഓ, ഇനി നിന്റെ കുറവേ ഉള്ളൂ. നീയും പറഞ്ഞു. ഞാൻ ഇറങ്ങുക. അപ്പൊ നീ നാളെ ഉച്ചയ്ക്ക് അന്നമ്മയുടെ വീട്ടിലേക്ക് വരില്ലേ? ഇല്ലച്ചോ, ഞാൻ വന്നാൽ ആ പെണ്ണിന് ഇഷ്ടാവൂല. അപ്പോ പെണ്ണുങ്ങളെ പേടിയുണ്ട്. പേടിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ പൊയ്ക്കോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? ഇയാളൊരു പഞ്ചപാവാന്ന്. പിന്നെ നിന്റെ വക്കാലത്ത് വേണമല്ലോ അവന് വരാൻ. എന്റെ അച്ചോ, ഇവക്കൊരു ചെക്കനെ കണ്ടുപിടിച്ച് കൊടുക്ക്. നല്ല ഇടി ഇടിക്കുന്ന ആളായിരിക്കണം, എന്നാലേ പെണ്ണിന്റെ തുള്ളല് മാറുള്ളൂ. അങ്ങനത്തെ ഒരാളെ തന്നെയാണ് ഞാൻ കണ്ടുവച്ചേക്കുന്നത്. നിന്നെ ഞാൻ വകതിരിവില്ലാത്ത പ്രായ, നീ സൂക്ഷിക്കണം. അവള് പാവണം അച്ചോ. അല്ല, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോ നീ രാവിലെ പള്ളിയിലേക്ക് വരില്ലേ? ഓ, ആ. നിനക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ. എല്ലാം ഞാനങ്ങ് തീരുമാനിക്കും, എന്നിട്ട് വിവരം അറിയിക്കും. മതിയച്ചു, ഞാൻ ഇറങ്ങുക. 4 മണിക്ക് അക്കരെ എത്തിയ ഒരു വണ്ടിയുണ്ട്. അത് തെറ്റിയാ പിന്നെ 8 മണി വരെ ചുറ്റണം. ചെല്ലുമ്പോ പാതിരാത്രിയാവും. പാമ്പും പന്നിയൊക്കെയുള്ള സ്ഥലമാ. അല്ല, എന്തെങ്കിലും ഒന്ന്. ഒക്കെ ഞാൻ നിശ്ചയിക്കുന്നതാ. നീ വയ്ക്കോ. എന്താ ബോധിച്ചു അല്ലേ? എന്റെ സ്വന്തം ആളാ. ക്രിസ്ത്യാനി തന്നെയല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അവന്റെ പേര് ലൂയിസ് എന്നാ. അമ്മ ഉണ്ടായിരുന്നു, 4-5 കൊല്ലം മുമ്പ് മരിച്ച്. ഞാൻ എടുത്ത് വളർത്തി വലുതാക്കിയ പയ്യനാ. അല്ല, ഞങ്ങളുടെ കുടുംബക്കാരെ പണ്ട് തോമസ് ലിയ പാവർത്തിയിൽ വന്ന് മാമോദിസ് മുഖ്യ നമ്പൂരിമാരാ. ആ ചെക്കിനെ കണ്ടിട്ട് അപ്പാ, കഞ്ഞിക്ക് വകയില്ല, അപ്പോഴും നമ്പൂരിയാ. തോമാസ് ലിയ പാവർത്തി വന്ന് മാമോദിസ മുഖ്യ നമ്പൂരി അത്രേ. നബരെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ എന്തിനാ? നമ്പൂരി ആയിക്കോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, അപ്പോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച മനസ്സമ്മതം, പിന്നെ ഞായറാഴ്ച 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലി ചടങ്ങ് കഴിക്കുക. നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. നീ എന്തിനാ മോളെ കരയണേ? ഒന്നുമില്ലച്ചോ. എനിക്കറിയാം നിന്റെ ദുഃഖം. സാരില്ല, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? എന്നും ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കും. കർത്താവിനോട് ആദ്യം കടപ്പെടുക, പിന്നെ കടപ്പെടേണ്ടത് വേറൊരാളോടാണ്. എല്ലാവരും എന്നും നിർത്തിട്ടുള്ള ഒരാള്, വാറുണ്ണി. ഭാഗ്യലക്ഷ്മി പറഞ്ഞു. കാര്യങ്ങൾ അറിയാൻ എന്റെ വരവും പ്രതീക്ഷിച്ച് അവൻ ഇരിക്കുന്നുണ്ടാവും. ഇറങ്ങട്ടെ ഗുരുജ, പ്രാർത്ഥിക്കുക, ഒക്കെ നേരെയാകും. കണ്ടോ? എന്താ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ നീങ്ങി പോന്നാ? ഞാൻ വെറുതെ. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് വരാതിരുന്നത്. അയ്യോ, എനിക്ക് ആരോടെ ദേഷ്യം? പിന്നെന്താ ഇവിടെ പുറത്തു നിന്ന് കളഞ്ഞത്? അത് വേണ്ട. ഓരോരുത്തർക്കും ഓരോ സാധനമുണ്ട്. എനിക്ക് ഇവനെ ഒന്നും പുറത്തായിടം അല്ലേടാ. വാടാ, പറയാം വിശേഷങ്ങളൊക്കെ. എന്റെ പായ, നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പുലി വരാത്തത്. അല്ലെങ്കിൽ മാസം 3-4 പറഞ്ഞ സമയം കഴിഞ്ഞു. അതാ പറഞ്ഞത് താടിയില്ലപ്പനെ പേടിയുണ്ടെന്ന്. അതിനെനക്ക് ഇവിടെയാണ് താടി. എന്താടാ? ഒന്ന് വേഗം വന്ന് കിടക്കടി. എന്തിനാ? കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ഇരി. ആട് കരയുന്നു. ആ കള്ളക്കഴിവ് പിന്നെയും തുടങ്ങി. അയ്യോ!
ഏത് ഭാഗത്താ കണ്ടത്? നമ്മുടെ പള്ളിയുടെ വടക്ക് ഭാഗത്ത് എന്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ വെച്ചാ ഞാൻ കണ്ടത്. ഒരാടിനെയും കടിച്ചു പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ടാ കയറിയത്? അത് നോക്കാൻ നിന്നാ പിന്നെ ഇത് പറയാൻ ഞാൻ ഇവിടെ ഉണ്ടാവുമോ? പേടിച്ചിട്ട് എന്റെ പിന്നാലെ കൂടിയില്ല. അപ്പൊ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ കുന്നിന്റെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്താണ് ആൻഡോ, ഞമ്മക്കെല്ലാവർക്കും ഒന്നിച്ചു പോയിക്കൂടെ? എന്റെ കൂടെ വരുന്നവർ വന്നാ മതി. ഈ കാര്യത്തിൽ വാശി വേണോ? നീ എന്റെ പാട്ടിന് പോടാ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ നമ്മൾ അന്റെ കൂടെ വരാം. വേണ്ട, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. തോക്കുള്ള ആള് വന്നിട്ടേ കാര്യമുള്ളൂ. ഒരു ഉപകാരം ചെയ്യോ? എന്താണാവോ? ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയ പുലി ഓടിപ്പോവും. പിന്നെ മഷീട്ട് നോക്കിയാൽ കിട്ടൂല. എന്നാളും പറ്റിയാതായിരിക്കും. പുലിയെ പതിയിരുന്നാ വെടിവെക്കേണ്ടത്. വരുന്നവർ വാടാ. അവന്റെ ഒരു ഉപദേശം. പുലി വീണോ? ഇല്ല, കൊണ്ടില്ല. പുലി ആ മടയെ കയറിയിട്ടുണ്ട്. ഇനി അത് പുറത്തു പോരുത്. അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അതിനെ കൊല്ലണം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഇനിയും പന്തങ്ങളുണ്ടെങ്കിൽ കത്തിക്ക്. നേരം മണക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കുള്ള ഈ വഴി മുഴുവൻ വിറകിട്ട് കത്തിക്കണം. ഇതിൽ കൂടെ രക്ഷപ്പെടരുത്. ആ, ഒച്ച വെച്ചതിന് കുറ്റം പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങളല്ലേ ആത്താക്കിയത്. ഇനി ആർക്ക് വേണേലും കൊല്ലാലോ. എന്നാ പോയി കൊല്ലേ. പൂട് വഴിക്കാതാണ്ടോ. വാറുണ്ണി അല്ലേ പുലിയെ മടയിൽ കയറ്റിയത്? അതെ അതെ, വാറുണ്ണി. ഒന്ന് പൂട് വെക്കില്ലേ? ബാറുണ്യെ, ഇതിലിപ്പോ ഒരെട്ട് വെടി വെച്ചാ പിന്നെയും നടക്കണല്ലേ? 10 ആൾക്കാർ തോക്ക് കിട്ടണം. ഒറ്റ ഉണ്ടിട്ട് വെടി വെച്ചാ പിന്നെ വെടിയുമിൽ വെടിയാ. ഡിഷു 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 ഡിഷു. അത് മെഷീൻ ഗൺ. നമ്മളെടുത്ത് പെരുമാറിയാലേ കമ്പി എണ്ണേണ്ടി വരും. കമ്പി. ഓടോ. അച്ചോ, ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കില്ലേ? വിവരമൊന്നും അറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ലടോ. എന്തായടോ, ഇത്തവണ ആരെങ്കിലും കൊണ്ടുപോയോ? ഇത്തവണ അവൻ പെട്ടച്ചോ. ആര്? പുലി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുടുക്കിയിട്ടുണ്ട്. നമ്മുടെ പാറമടയില്ലേ, അതിന്റെ ഉള്ളില് മടവഴിയിൽ വിറകിട്ട് തീയിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴി അടച്ചു. ഇനി കൊന്നാ മതി. വാറുണ്ണി എവിടെ? മൂപ്പരായി കുടുക്കുണ്ടാക്കിയത്. ഇപ്പൊ വെടിവെക്കാനുള്ള ഒരു സൂത്രപ്പണി നോക്കുക. സൂത്രപ്പണിയോ? പുലി ഒരു പൊത്തി കയറി ഒളിച്ചിരിക്കുക. താഴെ നിന്ന് വെടിവെക്കാൻ പറ്റില്ല, മേലെയൊന്നും പറ്റില്ല. പുലിയെ നേർക്ക് നേരെ കിട്ടണം. അതിന് കയറ് കിട്ടി ഇറങ്ങാനുള്ള ഒരു സൂത്രപ്പണി ഉണ്ടാക്കുക. വെള്ളം കുരണ കപ്പിയും കയറും തരാൻ പറഞ്ഞു. കർത്താവ്, എന്ത് അബദ്ധം അവനീ കാണിക്കാൻ അച്ചോ, കപ്പിയും കയറും. ചാക്കോണ്ട് മേടിച്ചോ. വാ, എന്താ കപ്പിയാരെ? നീ എന്തായി കാണണേ? പുലി പോയിക്കോട്ടെ, എന്നാലും ഈ മരണക്കളി വേണ്ട. അച്ഛൻ പേടിക്കണ്ട, അതിന് നല്ല ഉറപ്പാ. കപ്പിയും കയറും. കാക്കര ഇന്നുകൊണ്ട് കേട്ട്. നീ വന്ന്
ഇതാണ് അച്ഛൻ എളുപ്പം. ഒരു സെക്കൻഡ് എനിക്ക് കൃത്യത്തിന് കിട്ടിയാൽ മതി. അത് കിട്ടുവച്ചോ, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പറഞ്ഞിട്ടാ റെഡി. ആരൊക്കെ നോക്കാലോ അച്ഛൻ. നീ എന്താടി പന്തങ്ങളുടെ പെരിച്ചാഴിയെ പോലെ നിൽക്കണേ? നിന്റെ ശത്രുവിനെ കൊല്ലാനാ പോണേ. നോക്കി നിന്നു. സൂക്ഷിക്കണം. എല്ലാരും ഒന്ന് പുറകോട്ട് വന്നേ. പുറകോട്ടേക്ക് പറഞ്ഞ് സൂക്ഷിച്ചു പോണേ. പതുക്കെ. ആ ഇവിടെ ഓടിക്കോ ഓടിക്കോ. പുലി പുഴ കടന്നു പോയി. പോയെങ്കിൽ പോട്ടെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു സെക്കൻഡ് കിട്ടിയാൽ മതിയായിരുന്നു. എന്നാ വെടി അതിന്റെ നെഞ്ചത്താ. കുഞ്ഞച്ഛൻ ആന്റവും പടം പിടിക്കാൻ കൂടിയപ്പോഴേ നമ്മളെ മനസ്സിൽ തോന്നിക്കണേ ഓടിച്ചാതിക്കുമെന്ന്. പന്നികളെ കൊല്ലണം. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എന്തിനാണോ തനിക്ക് ഇങ്ങനെ ഒരു മരുമോൻ? നാടിന് ഗുണമില്ല, വീടിന് ഗുണമില്ല. ചെകുത്താന്മാര് തലേ വന്ന് വീണു പോയില്ലോ. കൊല്ലാൻ പറ്റുമോ? കൊല്ലണം വാങ്ങിക്ക മക്കളെ. ചോറിനകത്ത് ബസം കളിക്ക് കൊടുക്കണം. പുലി പുഴ കടന്നു പോയി എന്ന് വെച്ചാൽ അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. പിന്നിലെ കാലിലാ വെടി. എല്ലാരും സൂക്ഷിച്ചിരുന്നോളണം. അതിനി പഴയതുപോലെ കാട്ടിപ്പോ ഇരപിടിക്കാൻ പറ്റുന്നില്ല. ഇനിയും വരും. വെടി കൊണ്ട് പുലിന്ന് കേട്ടിട്ടില്ലേ? ശൗര്യം കൂടും. ഇത് അലാക്കിന്റെ അവലും കഴിഞ്ഞ് ആയിപ്പോയല്ലോ പടച്ചമ്പുരാനെ. രാത്രി ഒരു 6-നെ ഇരകെട്ടി കാത്തിരുന്ന അവൻ നമ്മുടെ വലയെ തന്നെ വന്നു വീഴും. വാറുണ്ണിയെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ഞങ്ങൾ ഉമ്മാരെ ചതിച്ചിട്ടുണ്ട്. ബാക്കി വാറുണ്ണിക്കുള്ളതാ. ഉമ്മാരുടെ കൊടലെടുക്കണം. നായിന്റെ മോനെ, ഇനി എന്റെ വീട്ടിൽ കിട കൊല്ലും നിന്നെ പട്ടി. വാറുണ്ണി, ഞങ്ങളെ കൊല്ലരുത്. എന്നെ കൊല്ലണമെങ്കിൽ പുലിയെ കൊന്നിട്ട് മതിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചതിച്ചത് എന്നെയല്ല, ഈ നാട്ടുകാരെ. അടാ